എനിക്ക് സ്വർണ്ണ മത്സ്യങ്ങളിങ്ങനെ നീന്തി കളിക്കുന്നത് നോക്കിയിരിക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ അക്വേറിയം വെച്ചിട്ട് സ്വർണ്ണ മത്സ്യങ്ങളെ വളർത്തുന്നത്. ഇതിലിപ്പോൾ കാണുന്ന മുഴുവൻ പ്ലാസ്റ്റിക് ചെടിയാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, ഞാൻ പലതരം ചെടികൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്നും നിലനിൽക്കില്ല. എല്ലാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സ്വർണ്ണ മത്സ്യങ്ങൾ ഒന്നെങ്കിൽ പകുതി മുക്കാലും കഴിച്ച് തീർക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളത് കുറേ കടിച്ച് മുറിച്ചിടും. ഞാൻ ഈ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ചെടികൾ മടുത്തിട്ട് പിന്നെ ഈ കുളത്തിലൊക്കെ കിട്ടുന്ന ഹൈഡ്രലുണ്ട്, നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്നത്, അത് കുറേ കൊണ്ടുവന്നിട്ട് നോക്കി. അപ്പോൾ എന്താ ഉണ്ടാവുക, അത് മുഴുവൻ കടിച്ച് മുറിച്ചിടും. അപ്പോൾ പൂഴിയിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു പറിച്ചിടും. അപ്പോൾ അവിടെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, അക്വേറിയം ക്ലീൻ ആവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പിയറൻസ് മുഴുവൻ പോകും. പ്ലാസ്റ്റിക് ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ ഇടയ്ക്ക് കൊത്തി നോക്കണ കാണാം, പിന്നെ മനസ്സിലായിട്ടുണ്ടാവും തിന്നാൻ പറ്റുന്നതല്ല എന്ന്. പിന്നെ അത്യാവശ്യം ബലമുള്ളതായതുകൊണ്ട് സ്വർണ്ണ മത്സ്യങ്ങൾ കടിച്ചാൽ മുറിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ നിന്നോളും. ഇത് മാത്രമേ വഴിയുള്ളൂ സ്വർണ്ണ മത്സ്യങ്ങളുടെ അടുത്ത്. ഞാനതിൻ്റെ അതിനെപ്പറ്റി വായിച്ചു നോക്കി. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അക്വേറിയം പ്ലാന്റ്സ് വാങ്ങുമ്പോൾ സ്വർണ്ണ മത്സ്യങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് ഫിഷ് സേഫ് പ്ലാന്റ്സ് നോക്കി വാങ്ങണമെന്ന്. ഇവിടെ കടകളിലൊന്നും പോയിട്ട് അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അതിനിടയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊരു ഫ്രണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത് കുറേ മത്സ്യങ്ങളും കുറേ കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ ചെടികളുടെ വളർച്ചയൊക്കെ നന്നായിട്ട് വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്വർണ്ണ മത്സ്യങ്ങളുണ്ടോ അതിൽ? ഞാൻ സ്വർണ്ണ മത്സ്യങ്ങളെ വളർത്താറില്ല, ഈ ചെടി തിന്നാത്ത മത്സ്യങ്ങളെ മാത്രമേ വളർത്തുള്ളൂ. പിന്നെ ചെടികളുടെ വളർച്ച കൂടാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചെക്ഷൻ ചെയ്തപ്പോൾ ബിഫോർ ആഫ്റ്റർ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നിരുന്നു, നന്നായിട്ട് കൂടിയിട്ടുമുണ്ട്. അപ്പോൾ എനിക്കത് നിവൃത്തിയില്ല.